ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇന്ന് നടന്ന ഡ്രൈവർ കം OA എക്സാമിൻ്റെ GK പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 50 ക്വസ്റ്റ്യൻസേ GK പാട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ SCRT എന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ SCRT സീരീസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. 2, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പ്രാഥമിക മേഖല. 3, 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശാണ്. 4, പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 1 ബി ആണ്. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, 2-ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം, 3-ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, 4-ാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. 5, മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 ശരി. UNDP ആണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത്. അതുപോലെ ആയുർദൈർഘ്യം അതിൻ്റെ ഒരു ഭാഗമാണ്. 6-ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആര്? ഓപ്ഷൻ സി, മിന്നുമണിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 7, ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി, മഹൽവാരി വ്യവസ്ഥ. 8, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. കരിമ്പ് ഉത്തർപ്രദേശിലും, തേയില ആസാമിലും, ചണം പശ്ചിമ ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. 9, നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധി. 10, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം? ഓപ്ഷൻ സി, നവംബർ 26. 11, വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് വൈകുണ്ഠസ്വാമിയുടേതാണ്. 12, ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടാണ്. 13, പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3. 1-ാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. അതുപോലെ പാട്ടുകളിലൂടെ തൻ്റെ ആശയം പ്രചരിപ്പിച്ചു. 14, ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3. ലണ്ടൻ മിഷണറി സൊസൈറ്റി, അതുപോലെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. 15, കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചത് സമത്വ സമാജമാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് ഓപ്ഷൻ ബി, ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 17, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, സ്വത്തവകാശം. 18, 2002 86-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? ഓപ്ഷൻ സി, 1 മാത്രമാണ് ഉത്തരം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാക്കിയതാണ് 86-ാം ഭേദഗതി. 19, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി, ഡോക്ടർ BR അംബേദ്കർ ആണ്. 20, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഓപ്ഷൻ എ,
പാർലമെൻറ്റ്. 21. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ബി ഭരണഘടനാ നിർമ്മാണ സഭ. 22. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി 4 മാത്രം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മാത്രമാണ് ഇതിൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന. 23. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 24. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? ഡി സർദാർ വല്ലഭായ് പട്ടേൽ. 25. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ ആണ്. 26. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ചാലക്കുടിപ്പുഴ. 27. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ശബരിഗിരിയാണ്. 28. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? ഓപ്ഷൻ ഡി ബംഗ്ലാദേശാണ്. 29. ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ബി എക്കൽ മണ്ണാണ്. 30. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ ഡി ആനമുടി. 31. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ഓപ്ഷൻ എ പാക് കടലിടുക്ക്. 32. ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കൃഷ്ണ. 33. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി വളപട്ടണം. 34. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഓപ്ഷൻ എ പുന്നമട കായൽ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കോട്ടയം. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കിടാത്തത്? കോട്ടയമാണ്. 36. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ജോൺ ജോസഫ് മർഫി. 37. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കൊല്ലം. 38. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയപാത ഏതാണ്? ഓപ്ഷൻ ബി NW3. 39. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഓപ്ഷൻ എ ഉത്തരായന രേഖ. 40. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏതാണ്? ഓപ്ഷൻ ബി സൈലന്റ് വാലിയാണ്. 41. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. 42. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. 43. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്ഷൻ സി പോപ്പിച്ചെടി. 44. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം ഇതിലേതാണ്? ഓപ്ഷൻ ബി എംഫിസിമ. 45. ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ജോഡി. ജീവകം എയുടെ അപര്യാപ്തത മൂലം വരുന്നതാണ് നിശാന്തത. ജീവകം ബിയുടെ അപര്യാപ്തത മൂലം വരുന്നതാണ് ബെറിബെറി. സിയുടെ അപര്യാപ്തത മൂലം വരുന്നത് സ്കർവി. ഡി ആണെങ്കിൽ റിക്കറ്റ്സ്. 46. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ശ്വേതരക്താണുക്കൾ. 47. ജലത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ കോളറ. 48. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്നത് ഏത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡാണ്. ഓപ്ഷൻ സി. 49. ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ക്യാൻസർ. 50. ECGയുടെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ ഇലക്ട്രോകാർഡിയോഗ്രാം.